അമ്മ മടിയിൽ. മാദ്രെ, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഒക്ടോബർ 1 മുതൽ 31 വരെ പരിശുദ്ധ അമ്മയോട്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഒക്ടോബർ 19 പഴയ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ശക്തി കേന്ദ്രമായ ക്രെംലിനിൽ കൂടി നമ്മൾ പോകുമ്പോൾ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു കാഴ്ച കാണാം. റഷ്യയിലെ ഏറ്റവും വലിയ മതവിരുദ്ധരുടെ മധ്യേ പരിശുദ്ധ ജനനിയുടെ ഏറ്റവും വലിയ കലാ സൗന്ദര്യം തുളുമ്പുന്ന ഒരു ചിത്രം കാണുന്നുണ്ട്. ഇംപേരിയൻ നാഥ അല്ലെങ്കിൽ ഇംപേരിയൻ മഡോണ എന്ന പേരിലാണ് ഈ ചിത്രം അറിയപ്പെടുന്നത്. റഷ്യ മാനസാന്തരപ്പെടും എന്ന് ഫാത്തിമയിൽ ചെയ്ത വാഗ്ദാനത്തിന്റെ ഒരു വലിയ അനുസ്മരണമാണ് മോസ്കോയിലെ ഈ ചിത്രം. പ്രസ്തുത ചിത്രം ഗ്രീസിലുള്ള മൗണ്ട് ആഥോസ് ആശ്രമത്തിലെ സന്യാസികൾ ആലേഖനം ചെയ്തതാണ്. സാർ അലക്സി എന്ന റഷ്യൻ ചക്രവർത്തി മോസ്കോയിൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു കൗൺസിൽ 1648 വിളിച്ചുകൂട്ടി. മൗണ്ട് ആഥോസിലെ സന്യസ്തരും അതിൽ സംബന്ധിക്കുന്നതിനായി അവിടെ വന്നുചേർന്നു. അവർ തങ്ങളുടെ നാഥയുടെ ചിത്രം ആഘോഷപൂർവ്വം സംവഹിച്ചു കൊണ്ടുവന്ന് സാർ ചക്രവർത്തിക്ക് സമ്മാനിച്ചു. ചക്രവർത്തി അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ കപ്പലിൽ സ്ഥാപിക്കുകയാണ് ചെയ്തത്. 6 വർഷത്തിന് ശേഷം റഷ്യയിൽ മുഴുവൻ ഒരു സാംക്രമിക രോഗബാധയുണ്ടായി. മരണാസന്നനായ ചക്രവർത്തി മാതൃസ്വരൂപം തിരികെ കൊണ്ടുവരുന്നതിന് ആവശ്യപ്പെട്ടു. രൂപം ചക്രവർത്തിയുടെ രോഗശൈലിക്ക് സമയം കൊണ്ടുവന്ന ഉടനെ അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം അത്ഭുതകരമായ രോഗവിമുക്തി പ്രാപിച്ചു. കൃതജ്ഞതാ സൂചകമായ ചക്രവർത്തി ഒരു ചാപ്പൽ റെഡ് സ്ക്വയറിൽ നിർമ്മിച്ച് അവിടെ ഈ രൂപം സ്ഥാപിച്ചു. അവിടെ ധാരാളം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരുന്നു. 1917 കമ്മ്യൂണിസ്റ്റുകാർ മോസ്കോയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ക്രെംലിനിൽ ദൈവമാതാവിന് സമർപ്പിച്ച ഒരു ദേവാലയം ഉണ്ടായിരിക്കുന്നത് അസ്ഥാനത്തായി. അവർ റഷ്യയിലെ ദേവാലയങ്ങൾ മുഴുവൻ നശിപ്പിച്ചപ്പോൾ അതും നശിപ്പിച്ചു. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് കലാപ്രേമി പ്രസ്തുത രൂപം ഒരു മഹത്തായ കലാസൃഷ്ടിയാണെന്നറിഞ്ഞ് മതവിരുദ്ധ കലാശാലയിൽ സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, അങ്ങ് ജീവിച്ചതും പ്രവർത്തിച്ചതും ഈശോയ്ക്ക് വേണ്ടിയായിരുന്നു. അതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാനും സഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ.